എല്ലാവരുടെ ഡൗട്ടായിരുന്നു ഇത് പൊരിയാണോ, ഇത് ടിക്ടോക്ക് ആണോ, ഇത് ജീരകമിഠായാണോ. അങ്ങനെ നമ്മുടെ വീഡിയോ ഇപ്പോൾ 3.7 മില്യൺ വ്യൂ ആയിട്ടിരിക്കുന്നു. സോ ഐ തോട്ട് ലൈക്ക് അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഇടാം. സോ വെൽക്കം ടു എപ്പിസോഡ് 10 ഓഫ് മേക്ക് വിത്ത് ഹെവൻ സ്ലൈസ്. ആ സംഭവം ഇസ് ഫോണ്ടൻറ്റ് ഷുഗർ പേസ്റ്റ് എന്ന് പറയും. ബേക്കേഴ്സിന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ ഇതൊരു ഷുഗർ പേസ്റ്റാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ ആ കുഞ്ഞി അരിമണികൾ ഉണ്ടാക്കിയത്. ഇതുപോലെ കുഞ്ഞ് പീസ് എടുത്തിട്ട് ഞാനിങ്ങനെ കുഞ്ഞായിട്ട് ഷേപ്പ് ചെയ്ത് ഉണ്ടാക്കിയതാണിത്. ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറോളം ഞാൻ പണിയെടുത്തിട്ട് ഉണ്ടാക്കി വെച്ചതാണിത്. സോ ഇങ്ങനെയാണ് കുഞ്ഞ് അരിമണികൾ ഉണ്ടാക്കിയത്. എല്ലാവരുടെ ഡൗട്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ കറി ഉണ്ടാക്കാൻ പോകാം. സോ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തു, അതിലേക്ക് ഞാൻ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തു, ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഏകദേശം ആ ഒരു ഷെയ്ഡ് വന്നു. ഇനി നമ്മൾ കുറച്ച് കോൺഫ്ലെക്സ് പൊടിച്ചത് ഞാനൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി ആഡ് ചെയ്തു. അപ്പോൾ നമ്മളൊരു മോര് കറിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്ക് നല്ല മഴയൊക്കെ പെയ്തപ്പോൾ ലൈറ്റിംഗ് ഒക്കെ ഞാൻ ഒന്ന് മാറ്റി കുഞ്ഞ് ഫോണ്ടൻ്റ് യെല്ലോ പീസൊക്കെ ഇട്ട് ഞാൻ ആ കറീനൊരു ഫൈനൽ ടച്ചിലേക്ക് എത്തിച്ചു. ഇനി നമുക്ക് കുറച്ച് ബീൻസ് തോരൻ ഉണ്ടാക്കുന്ന പോലെ അതുപോലെ കുറച്ച് 2 ഫോണ്ട് കളേഴ്സ് ഞാൻ മിക്സ് ചെയ്ത് ഒരു കുഞ്ഞ് ഷേപ്പൊക്കെ ആക്കി ഞാൻ അതുപോലെ സെറ്റ് ചെയ്തു. ഇനി കുറച്ച് കേക്ക് എടുക്കുക, ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്ത് ഞാനിങ്ങനെ കേക്കിന് ഷേപ്പ് ചെയ്തെടുത്തു. ഷേപ്പ് ചെയ്ത് യെല്ലോ ഫോണ്ടൻ്റ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മീൻ പൊരിച്ചതിൻ്റെ ഷേപ്പ് കിട്ടി. അതിൽ ഞാൻ കുറച്ച് ഫുഡ് കളേഴ്സൊക്കെ ആഡ് ചെയ്ത് ഞാൻ അതിനെ ടെക്സ്ചർ ചെയ്തെടുത്തു. ഇനി കുറച്ച് കേക്ക് എടുത്ത് ഞാൻ ഇതുപോലെ ഈ നമ്മുടെ കുഞ്ഞ് അരിമണികളെല്ലാം സ്റ്റിക്ക് ചെയ്ത് മോരുകറി, ബീൻസ്, മീൻ പൊരിച്ചതൊക്കെ വെച്ചു. ഒന്ന് ഞാൻ കുറച്ച് അച്ചാറുണ്ടാക്കാൻ വേണ്ടി കോൺഫ്ലേക്സും വിപ്പിംഗ് ക്രീമും റെഡ് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തു. സോ ദിസ് ഈസ് എ ഫൈനൽ ലുക്ക്. എല്ലാവരുടെ ഡൗട്ട് മാറിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.